എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ രണ്ട് സഹോദരിമാർ, രണ്ട് ക്രിസ്ത്യൻസ് കന്യാസ്ത്രീമാർ ഛത്തീസ്ഗഡ് ജയിലിലാണ്. ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവരെ മോചിപ്പിക്കാൻ ഇവിടെ നിന്നും BJPയിലെ നേതാക്കന്മാർ അനിൽ ആൻ്റണി പിന്നെ മറ്റ് നേതാക്കളൊക്കെ ഡൽഹിയും ഛത്തീസ്ഗഡും ഒക്കെ പോയെങ്കിലും ഇതുവരെയും ഫലമൊന്നും ഉണ്ടായില്ല. അതിൽ നിന്നും മനസ്സിലാവുന്ന കേരളത്തിലെ BJP നേതാക്കളുടെ എന്ത് വാല്യൂ ആണ് വടക്കേ ഇന്ത്യയിലുണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഈ കേരളത്തിലുള്ള BJPക്കാർ ഇവിടുത്തെ BJPയിൽ എത്ര കണ്ട് എന്ത് വോട്ട് എന്തൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് മോദിക്ക് അമിത്ഷായ്ക്ക് അറിയാം. കാരണം ഒന്നുമില്ലായിരുന്ന് ആദ്യമായിട്ടൊരു MP സ്ഥാനം വാങ്ങിക്കൊടുത്തവരാണ്. അത് മോദിയും അമിത്ഷായും കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ LDF ഗവൺമെൻറ് അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കിട്ടി. അതുപോലെ അടുത്ത ഇലക്ഷനും മോദിയും അമിത്ഷായും എന്ത് പറഞ്ഞാലും അവർ പറയുന്ന സീറ്റ് ഇവിടെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം പരിങ്ങല്ലാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അവിടെ കന്യാസ്ത്രീമാരെ ആൾക്കൂട്ടം വിചാരണ നടത്തിയാലും എന്തൊക്കെ പുകിലുകളാണ് അവിടെ നടന്നതെന്നുള്ളൊരു സത്യം നമുക്കറിയാം. ഒന്നും മനസ്സിലാക്കുക, ബജ്രംഗ് ദളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവരിത് സാധാരണ അവരുടെ സ്ഥിരം കലാപരിപാടികളാണ്. അവർ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും ആരെ ജയിലിലാക്കിയാലും ആരെ മർദ്ദിച്ചാലും എന്ത് കണക്കിയാലും അത് അമിത്ഷായ്ക്ക് അറിയാതിരിക്കില്ല. അമിത്ഷായുടെ ആ ഒരു നോളജ് ഇല്ലാതെ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ നോ സെക്കൻഡ്സ് അമിത്ഷാ അറിഞ്ഞിരിക്കും. അതിന് അമിത്ഷാ ഏത് രീതിയിലുള്ള സമീപനം എടുത്തെന്ന് ഇവിടുത്തെ BJPക്കാർക്കും അറിയാം, മറ്റിതര പാർട്ടിക്കാർക്കും അറിയാം. എന്നാൽ അവിടെ ഇതൊരു സാധാരണ സംഭവമാണ്. ഇത് ആൾക്കാരെ പിടിക്കുക, ജയിലിലടയ്ക്കുക, ഇങ്ങനെ പല ആരോപണങ്ങളും അവർ ചെയ്യുക. അതിൽ എത്ര കണ്ട് സത്യമുണ്ടല്ലോ നമുക്കൊന്നും അറിയില്ല. എങ്കിലും ഇത് BJPക്കാർക്കൊരു തലവേദന സൃഷ്ടിച്ച ഒരു കാര്യമായി പോയി. കാരണം പിന്നെ മറ്റൊന്നുള്ളത്, നമ്മുടെ ഇവിടുത്തെ മെത്രാന്മാർ, കേരളത്തിലെ കുറേ മെത്രാന്മാരുണ്ടല്ലോ, അവർക്ക് ആര് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സമാധാനവും അതും ഇതൊക്കെയാണ്. പിന്നെ കുറച്ചെന്തോ സ്വർണ്ണ കിരീടവും മറ്റുമൊക്കെ ചെല്ലുമ്പോൾ കേക്കുമായിട്ടൊക്കെ ചെല്ലുമ്പോൾ അതിനുള്ളൊരു ഫലം അവർക്ക് കിട്ടും. ഇതിൻ്റെ പിന്നിൽ പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം വലിയൊരു നടനാണ്. അദ്ദേഹത്തിന് എങ്ങനെ നടിക്കണം, ആൾക്കാരെ എങ്ങനെ സ്വാധീനിക്കണം, അതെല്ലാം നടന്നു. ഞാനിങ്ങനെ എടുക്കുക അങ്ങോട്ട് പറഞ്ഞല്ലോ, അതെടുത്തു. അത് വെറുതെ അങ്ങെടുത്തേ ഇല്ല. അതിന് എല്ലാവരുടെ സപ്പോർട്ട്, LDFൻ്റെയും മെത്രാന്മാരുടെയും ഒക്കെ സപ്പോർട്ടായിട്ട് തന്നെ അവർ വന്നത്. ഇനി എത്ര സീറ്റ് വേണമെന്ന് മോദി അമിത്ഷായും തീരുമാനിച്ച അത്രയും സീറ്റ് LDF ഭരണത്തിനുണ്ടെങ്കിൽ അവർ കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ വിവരം അറിയും. എനിവേ, നമുക്ക് പ്രാർത്ഥിക്കാം ഈ കന്യാസ്ത്രീമാർ എത്രയും വേഗം അവർ റിലീസാകണം. ബുദ്ധിമുട്ടുള്ളവരാണ്. അവർ മിഷനറി പ്രവർത്തനത്തിനായിട്ട് പോയി അവരെ തടഞ്ഞു വെച്ച് കുറച്ച് മാനസികമായിട്ട് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് 100%. അത് നമ്മൾ വീഡിയോയിലൊക്കെ കാണാൻ സാധിച്ചൊരു വസ്തുതയാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഈ കേരളത്തിലുള്ള BJPക്കാർ, അതായത് രാജീവ് ചന്ദ്രശേഖർ, മറ്റുള്ള എല്ലാ നേതാക്കന്മാരും, ഇവർക്ക് എത്ര കണ്ട് എന്ത് മൂല്യമുണ്ടെന്ന് നമുക്ക് ഇതിൽ കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയെങ്കിലും കേരളത്തിലുള്ള ജനങ്ങൾ, അത് BJPക്കാർ തന്നെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പാർട്ടി ഈ അങ്ങേയറ്റത്തിൽ നിന്ന്, കാരണം ഇപ്പോൾ ഒരു ജോർജ് കുര്യനൊരു മന്ത്രിസ്ഥാനം കൊടുത്തു, ഇവിടെ ഒരു MP ആയി, പിന്നെ നമ്മുടെ സുരേഷ് ഗോപിയും മന്ത്രിയായി ഒക്കെ സംഗതിയാക്കാം. അതിനൊന്നും അത് അവർക്കൊന്നും നഷ്ടമുള്ള കാര്യങ്ങളല്ല. പിന്നെ ഇത് പറയാം, ഒരു മന്ത്രി എന്ന് 2 പേരുടെ ലേബിൾ കേരളത്തിലുണ്ടെന്ന് പറയാം. അതുകൊണ്ട് BJPക്കാർക്കൊന്ന് നല്ല രീതിയിൽ അഹങ്കരിക്കാം. പക്ഷേ കാര്യത്തിനൊന്നും നടക്കില്ല. കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുക, അതെല്ലാം ഈ BJPക്കാരെ കൊണ്ട് നടക്കില്ല. അവർ കേരളത്തിൽ എന്ത് നേടണമെങ്കിൽ അവർക്ക് ഇന്നത്തെ സാഹചര്യം വെച്ച് അത് അമിത്ഷാ വിചാരിച്ച അനായാസം അമിത്ഷായ്ക്ക് സാധിക്കും. കാരണം ഇവിടുത്തെ ഭരണപക്ഷം തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്.
ഇവിടുത്തെ BJP പാർട്ടിയെക്കാരും ഏറ്റവും കൂടുതൽ അമിത്ഷായ്ക്കോ മോദിക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ അനായാസം സാധിക്കാൻ പറ്റും. ആ ഒരു സത്യം ഈ BJPക്കാർ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം അവർക്കറിയാം ഈ കേരളത്തിൽ BJP വളർന്നു വരണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം റഫ് ആൻഡ് ടഫ് ആൾക്കാരാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണ്, വിദ്യാസമ്പന്നരാണ്. ഈ പോളിറ്റിക്സിൽ ജനിക്കുന്നതിന് കേരളീസ് പോളിറ്റിക്സിൽ കൂടിയാണ്. ഈ രാവിലെ ഇപ്പോഴില്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഒരു ചായക്കടയിൽ പോയി ഒരു ചായയും പിന്നെ അടുത്ത അവിടെ ഒരു പത്രം വാങ്ങി അതിൻ്റെ വായന പിന്നെ കൂടി നിന്നൊരു ഡിസ്കഷൻ, ഇതൊക്കെ നമ്മുടെ സ്ഥിരം പരിപാടി, നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യങ്ങളാണ്. എന്തായിരുന്നാലും പാവം കന്യാസ്ത്രീമാർ അവർക്ക് വലിയ കുഴപ്പമില്ലാതെ അവർ പുറത്ത് വരട്ടെ. അതിങ്ങനെ നടക്കുക. അവർ ഈ കോടതിയും ഈ വിധികളും പോലീസ് സ്റ്റേഷൻ, റെയിൽവേ പോലീസ്, ലോക്കൽ പോലീസ് കോടതിയിൽ ഏൽപ്പിക്കുന്നതും കോടതി NIA ഇതെല്ലാം ഇറ്റ് ഈസ് ഇതെല്ലാം സാധാരണ പ്രോഗ്രാമാണ്. ഇവർക്കറിയാം, മോദിക്കും അമിത്ഷയ്ക്കറിയാം ഇവരെ എത്ര ദിവസം ഇവിടെ ഉണ്ടാക്കണം, എത്ര ദിവസം ഇവിടെ ജയിലിലിരിക്കണം അവർക്കറിയാം. അതവർ തീരുമാനിക്കും, അത് നടപ്പാക്കും. പിന്നെ പാവം ഈ മോദിജിയും ഈ അമിത്ഷായും കൂടെ കൊടുത്ത പാവം ഈ മന്ത്രി എന്താ പറയുക, നമ്മുടെ കുര്യനും നമ്മുടെ സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനും ഒത്തിരി പ്രഷറൈസ് കൊടുക്കുന്നു. ഒത്തിരി മോശമായിപ്പോയി. ഇത്ര പ്രഷറൈസ് അമിത്ഷാ കൊടുക്കേണ്ടിയില്ലായിരുന്നു. പക്ഷേ കൊടുത്തത് ശകലം അതിൽ കിടന്നു എന്നുള്ളൊരു സംശയം. എന്തായിരുന്നാലും നമ്മുടെ തിരുമേനി വരും മെത്രാൻമാർക്കും എന്തായാലും നല്ലൊരു സമ്മാനം കിട്ടി. ഇനിയും കിട്ടും, ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും. കാത്തിരിക്കുക. ഈ കൂടുതലൊന്നുമില്ല. ആ കന്യാസ്ത്രീമാർ എത്രയും വേഗം മോചനമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ കൂട്ടത്തിലൊപ്പം ഞാനും ഉണ്ടാകും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. എന്തായിരുന്നാലും നാളെയെങ്കിലും അവർ മോചിതരാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാണും വീണ്ടും അടുത്ത വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.